എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഡ്രേക്കും അതുപോലെ തന്നെ ആലിസും അവരുടെ പ്രണയം പരസ്പരം തുറന്നു പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മുടെ ഡ്രേക്കിന് ഇഷ്ടമുള്ള കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ റിലേഷൻ പരസ്പരം നല്ല അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. കോളേജിൽ സ്കൂളിലെ തന്നെ ബെസ്റ്റ് കപ്പിൾസ് എന്നുള്ള രീതിയിലുള്ള പേരിൽ ഇങ്ങനെ ഫുഡ് വാരി കൊടുത്തിട്ടും ഒരുമിച്ചിരുന്നിട്ടും മൊത്തത്തിൽ അങ്ങനെ ഫേമസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അവരുടെ റിലേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വെക്കേഷന് നമ്മുടെ ബ്രദറിൻ്റെ അടുത്തേക്ക് പോകുന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ബ്രദറിനൊക്കെ പോയി കണ്ട് അവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ട് ശരിക്കും എങ്ങനെയാണ് കപ്പിൾസ് അതിൻ്റെ അതുപോലെ തന്നെ പക്ക കപ്പിൾസിനെ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ട് തന്നെ രണ്ടുപേരും മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ നെക്സ്റ്റ് എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നുള്ളത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നീട് നമ്മൾ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡാഡിൻ്റെ അതുപോലെ തന്നെ കത്രീനാനിൻ്റെ വെഡ്ഡിങ് ആണ്. സോ നമ്മുടെ ആലിസ് ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങുന്നുണ്ടായിരുന്നു. കൂടെ നമ്മുടെ ആയി നല്ല പക്ക അടിപൊളിയായിട്ട് തന്നെ ഒരുങ്ങിയിട്ട് വെഡ്ഡിങ് സെൻറ്ററിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അങ്കിളിനൊക്കെ കാണുന്നുണ്ട്, അങ്കിളിനോടൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്കിളൊക്കെ നല്ല ഹാപ്പിയാണ്. പക്ഷെ നമ്മുടെ ഡ്രേക്കിൻ്റെ മുഖത്ത് ചെറിയൊരു സങ്കടവും കാര്യങ്ങളൊക്കെ ആണ്. പക്ഷെ അവിടെ വേറൊരാളും കൂടെ ഉണ്ട്, നമ്മുടെ ക്യാമറമാൻ ആയിട്ടുള്ള പയ്യെ. അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. ആ ഒരു സമയത്തായിരുന്നു അവിടെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഗൻഡ് വരുന്നുണ്ടായിരുന്നു. ഗൻഡാണെങ്കിൽ പക്ക അടിപൊളി ഹാൻസം ആയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ ഇവരെ കണ്ടിട്ട് ചെറിയൊരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അവൾ അവിടെ നിന്ന് എണീറ്റ് പോകാൻ നിൽക്കുന്ന സമയത്ത് അവന് പോവല്ലേ പറഞ്ഞിട്ട് അവളങ്ങനെ അടുത്തേക്ക് പോകുന്ന സമയത്ത് അവൻ്റെ കാല് തട്ടിയിട്ട് അവളുടെ ഡ്രസ്സ് കീറുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഇവനാണെങ്കിൽ അവൻ്റെ കോട്ട് ഊരിയിട്ട് അവൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര അടിപൊളിയായിട്ട് ഇവളിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു, മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ത് അടിപൊളി കാണാൻ, ഇത് ഹാൻസമാണ്, എനിക്കൊരു ഭാഗ്യം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ നമ്മുടെ ആലിസിനെയാണ്. ആലിസ് ആണെങ്കിൽ നമ്മുടെ പയ്യനും അതുപോലെ തന്നെ പെണ്ണും വരുന്ന സമയത്ത് ഇങ്ങനെ നിൽക്കേണ്ട ഓരോ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ആ ഒരു സമയത്ത് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ക്യാമറമാൻ അവളെ നല്ല രീതിയിൽ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. കൂടെ തന്നെ അവളുടെ ടേണും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മുടെ ഡ്രേക്കിന് ഒരു ക്രഷും കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പോൾ ആ ഒരു ക്രഷ് ഉള്ളത് വരെ അറിയരുത് എന്നുള്ള രീതിയിൽ തന്നെ മാക്സിമം പിടിച്ചത് അവളുടെ ഹാർട്ട് ബീറ്റും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കേൾക്കുന്ന രീതിയിൽ ആ ഒരു ടെൻഷൻ അടിച്ചിട്ടായിരുന്നു അവൾ ആ ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടായത്. പക്ഷേ ഈ ഒരു സംഭവത്തിൻ്റെ ഇടയിലാണെങ്കിൽ ഡ്രേക്കിന് തീരെ സന്തോഷവും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇവരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു വെഡിങ് മുടക്കാന്നുള്ള രീതിയിലായിരുന്നു. ആ ഒരു സമയത്ത് കത്രീന ആൻറ്റി ആണെങ്കിൽ ആ ഒരു വെഡിങ്ങിൻ്റെ അടിപൊളിയായിട്ട് തന്നെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ആലിസ് ചിന്തിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ഒരുങ്ങി വന്നാൽ നിങ്ങളും കാട്ടി എത്രയോ അടിപൊളിയാണ്, ഞാനിപ്പോൾ തന്നെ കണ്ടില്ല, ഞാനാണ് ഇവിടെ അടിപൊളിയായി നിൽക്കുന്ന എന്നുള്ള രീതിയിലൊക്കെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് വെഡിങ് കഴിഞ്ഞിട്ട് ഒരു പരസ്പരം കിസ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണെങ്കിൽ ഡ്രേക്കിൻ്റെ മുഖം വാടി തന്നെയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. അതിന് വെഡിങ്ങും കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ പുറത്ത് നിൽക്കുന്ന സമയത്തായിരുന്നു ആയി അതുപോലെ തന്നെ ഗെൻഡോ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഒരു വെഡിങ്ങിൻ്റെ സംബന്ധിച്ച് നോക്കിയപ്പോൾ പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ പ്രേമിക്കാനൊന്നും പോയതല്ല, എന്തായാലും ഞങ്ങൾക്ക് എൻ്റെ ഡ്രസ്സ് കയറിയപ്പോൾ അവൻ പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു തരാൻ പോയതാണ്. അപ്പോൾ പറഞ്ഞു അയ്യോ എന്തായാലും വെഡിങ് കഴിഞ്ഞു, ഇനി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ പറഞ്ഞിട്ട് നമ്മുടെ ആയ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ആയയുടെ പുറകിലാണെങ്കിൽ പുള്ളിക്കാരനും അങ്ങോട്ടേക്ക് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ആയ എവിടെ ഉണ്ടെങ്കിൽ അവിടെ പോകുമല്ലോ. അയാൾ അങ്ങോട്ടേക്ക് ഡ്രേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡ്രേക്കിനോട് ഇവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ വെഡിങ്ങിനെ കുറിച്ചിട്ടാണെങ്കിലും നല്ല അടിപൊളിയായിട്ടല്ല ഞാൻ ഒരുങ്ങിക്കണം എന്നുള്ള രീതിയിൽ അവളിങ്ങനെ എസ്പിത്തരം കാട്ടുന്ന സമയത്താണ് പറയുന്നുണ്ട് കൊള്ളാം. പക്ഷെ അവൾ പറയുന്നുണ്ടായിരുന്നു സാധാരണ ഉള്ള പോലെ ഇന്നത്ര പോരെ ഡ്രേക്കിനെ കാണാൻ എന്നുള്ള രീതിയിലും സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എത്രയൊക്കെ ഒരുങ്ങിയിട്ടുള്ളൂ എന്നുള്ള കാര്യം എനിക്കറിയാം, എത്ര കാണാൻ കൊള്ളാം എന്നുള്ള കാര്യം എനിക്കറിയാം, എനിക്കത്ര ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരുമാതിരി രീതിയിലൊക്കെ ഡ്രേക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇവളാണെങ്കിൽ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ നീ എങ്ങോട്ടാണ് പോകുന്നത്, നീ പോകണ്ട, നമുക്ക് ഒരുമിച്ച് ഒരു ഹോട്ടലിലേക്ക് പോവാം. അപ്പോൾ ഹോട്ടലിലേക്ക് എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് പറയുന്നത് അല്ല റിസപ്ഷൻ അവിടെയാണല്ലോ വെച്ച് നടക്കുന്നത്, കൂടുതൽ സ്പെഷ്യൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട് ആകുമ്പോൾ പിന്നെ എന്താണ് ഒരു പ്രശ്നം ചോദിക്കുമ്പോൾ അതൊന്നല്ല, എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസും കാര്യങ്ങളൊക്കെ തരും എന്നുള്ള രീതിയിൽ അവിടെ എന്തൊക്കെയോ പ്രകടിപ്പിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുമ്പോൾ ആലിസ് ആണെങ്കിൽ അവിടെ ഫുഡും കാര്യങ്ങൾ കഴിക്കുന്നുണ്ടായിരുന്നു, ഒറ്റയ്ക്കായിരുന്നു അവൾ ഇരുന്ന് ഫുഡും കാര്യങ്ങൾ കഴിക്കുന്നത്. ആ ഒരു സമയത്താണെങ്കിൽ ആ ക്യാമറാമാൻ ഇവിടെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരുമിച്ച് സംസാരിക്കണം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടി അങ്ങോട്ടേക്ക് പോകുമ്പോക്കിനും അവിടെ നിന്ന് അവൾ എണീറ്റ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോൾ ഇതായിരിക്കില്ല കണ്ടുമുട്ടാൻ സാഹചര്യം, ഇതിൽ നല്ല അടിപൊളിയായിട്ടുള്ള സാഹചര്യം കിട്ടുന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഒരു സമയത്തായിരുന്നു അവൾ കേൾക്കുന്നുണ്ടായിരുന്നു ഡ്രേക്കും അതുപോലെ തന്നെ കത്രീനായിട്ട് സംസാരിക്കുന്ന സംസാരം, ഇപ്പോൾ ഞാൻ നിൻ്റെ അച്ഛൻ്റെ ഭാര്യയാണ്, സോ ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ തരണം. അപ്പോൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിങ്ങൾ എത്രമാത്രം ഇഷ്ടമാണെന്നുള്ള അറിയില്ലായിരുന്നു, എത്ര ഒരു കെയറും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നത്, തിരിച്ചും അങ്ങനെ തന്നെയല്ലായിരുന്നു. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു, കത്രീന പറയുന്നുണ്ടായിരുന്നു ഒരു സ്റ്റെപ്പ് മദർ ആണെന്നുള്ള ഒരു കൺസിഡറേഷന് പുറത്ത് മാത്രമാണ് നിന്നിങ്ങനെ സ്നേഹിച്ചത് എന്നുള്ള രീതിയിൽ. അപ്പോൾ അവനാണെങ്കിൽ ഭയങ്കര ഒരു കപ്പിൾസിനോട് സംസാരിക്കുന്ന രീതിയിൽ സംസാരവും കാര്യങ്ങളൊക്കെ ആലിസ് അവിടെ കേട്ടിട്ട് തിരിച്ച് പോകുന്നുണ്ടായിരുന്നു. അത് നമ്മൾ ഡ്രേക്ക് ആണെങ്കിൽ തിരിച്ച് വന്ന് നോക്കുന്ന സമയത്താണെങ്കിൽ ആലിസിനെ അവിടെ കാണാനില്ല. ആലിസ് ആണെങ്കിൽ വീട്ടിലെത്തിയിട്ടാണെങ്കിൽ ഭയങ്കര ശോകം പിടിച്ച് നിൽക്കുക കേട്ടോ. മോമൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, ഇവളാണെങ്കിൽ ഭയങ്കര സങ്കടത്തോട് കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവളെന്നെ ചിന്തിക്കുന്നുണ്ടായിരുന്നു ഞാൻ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഏട്ടനും വേണ്ടി കരഞ്ഞിട്ടുണ്ട്, എൻ്റെ ആവശ്യത്തിന് കരഞ്ഞിട്ടുണ്ട്, ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തിനാണ് കരയുന്നത്, നീ എന്നെ ഒരുപാട് കരയിപ്പിക്കുന്നുണ്ട്, ഇതിനൊക്കെ നീ വലിയ വില കൊടുക്കേണ്ടി വരും ഡ്രേക്ക് എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്നുണ്ടായിരുന്നു. കാരണം അവൾക്ക് അത്രമാത്രം ഡ്രേക്കിനെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഡ്രേക്കിൻ്റെ വായന ഇങ്ങനെ കത്രീനെ പൊക്കി അടിച്ചിട്ടും അതുപോലെ തന്നെ ആലിസിനെ കുറിച്ചിട്ട് അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കത്രീനയെ ഇഷ്ടം എന്നുള്ള രീതിയിലാണ് ഡ്രേക്ക് സംസാരിച്ചത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവളുടെ ഉള്ളിൽ. പിന്നീട് നമ്മൾ കാണുന്നതാണെങ്കിൽ ക്ലാസ്സിൽ എത്തിയിട്ടാണെങ്കിൽ ആലിസ് ആണെങ്കിൽ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആയിക്ക് ആ ഒരു സംഭവം കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ എന്തുകൊണ്ട് എന്ത് പറ്റിയെന്നുള്ള രീതിയിൽ
രീതിയിൽ ചോദിക്കുമ്പോൾ അവളൊന്നും പറയുന്നില്ല. ആ ഒരു സമയത്താണെങ്കിൽ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ ആയി ചോദിക്കുന്നുണ്ടാവും കുറച്ച് എനിക്ക് തരുമോ എന്നുള്ള രീതിയിൽ. ഇല്ല തരില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരുപാട് പിടിവാശവും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആയ പോകുന്നുണ്ടായിരുന്നു. പിന്നീട് ആരോ വന്ന് നിൽക്കുമ്പോൾ ആയാണെന്ന് വിചാരിച്ച അവൾ പറയുന്നുണ്ടായിരുന്നു ഇല്ല ഞാൻ സ്വീറ്റ്സും കാര്യങ്ങളൊന്നും തരില്ല. പിന്നീട് മനസ്സിലായത് ഡ്രേക്ക് ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവൾക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചത്. സോ ഇവൾ പറയുന്നുണ്ട് വേണ്ട. പക്ഷേ ഇവൻ അതൊന്നും മൈൻഡാക്കാതെ അവിടെ ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിരത്തി വെക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവൻ്റെ അടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു. നൂഡിൽസൊക്കെ പക്ക അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവളിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ടായിരുന്നു നൂഡിൽസിനെ വരെ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഇന്നെ ഇഷ്ടപ്പെടാൻ ആരും ഇല്ലല്ലോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവളൊന്നും കഴിക്കാതിരിക്കുന്ന സമയത്താണെങ്കിൽ ഇവനാണെങ്കിൽ ഇവളുടെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയും എന്നെ കൊല്ലുമോ, എന്നൊന്ന് വെറുതെ വിടുമോ, ഇങ്ങനെ വായിൽ ഫുഡൊക്കെ കുത്തി നിറച്ചിട്ട് എന്നെ ഒന്ന് കൊല്ലുമോ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഫുഡ് കൊള്ളായിരുന്നു. അവൾ ആ ഒരു ബൈറ്റ് എടുത്തിട്ട് വേറെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവൾ അന്ന് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവളിങ്ങനെ പോകുന്ന സമയത്താണെങ്കിൽ ഇവിടെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ ഇവരുടെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുറന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഇവന് തീരെ ഒരു രീതിയിലും അടുപ്പിക്കുന്നില്ലല്ലോ. അങ്ങനെ ഇവരോട് പറയുന്നുണ്ടായിരുന്നു എന്തായാലും നിനക്ക് എന്നെ ഇഷ്ടമല്ല, എനിക്ക് നിന്നെ ഇഷ്ടമല്ല, എന്തായാലും നമുക്ക് ബ്രേക്കപ്പ് ആയാലോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എന്തുകൊണ്ട് ബ്രേക്കപ്പ് ആവാന്നുള്ള രീതിയിൽ ഇതൊന്നും റീസൺ അല്ല, റീസണും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കപ്പ് ആവാന്നുള്ള രീതിയിൽ പറയും. പക്ഷേ ഇതൊക്കെ നമ്മുടെ ഡ്രേക്കിൻ്റെ ഉള്ളിൽ ചെറിയൊരു വേദന ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഡ്രേക്ക് അവൾ ഇഷ്ടപ്പെട്ട് വരികയാണല്ലോ. ഈവനിങ് വാക്കിൻ്റെ സമയത്താകുമ്പോൾ ഷീനും അതുപോലെ തന്നെ കേയും തമ്മിൽ കണ്ടുമുട്ടുന്നുണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നീ എന്നെ ബ്രേക്കപ്പ് ആക്കി, നമ്മൾ നല്ല റിലേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയില്ല, എൻ്റെ റീസണും കാര്യങ്ങളും നീ എന്നോട് പറയുമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എനിക്ക് നിന്നെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ എവിടെ ഒരു പോയിന്റ് വെച്ചപ്പോൾ നിന്നോടുള്ള ഇൻട്രസ്റ്റ് പോയി ഡ്രേക്കിനോട് ഇൻട്രസ്റ്റ് വന്നു. സോ ആ കാര്യം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഈ കാര്യം ജസ്റ്റ് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു, ഈ ഒരു നല്ലൊരു ക്ലാരിഫിക്കേഷൻ എനിക്ക് തന്നാൽ മതിയായിരുന്നു, ഇനി ഒരിക്കലും ഞാൻ നിൻ്റെ പുറകെ നടക്കില്ല, നമ്മൾ തമ്മിൽ റിലേഷനിൽ ഒഫീഷ്യലി ഇത് ബ്രേക്കപ്പ് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം അവൻ അവിടെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. കേട്ടിട്ടാണെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കാരണം പക്ക അടിപൊളി റിലേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവൻ ഇത്രയും ദിവസം ഇവളുടെ പുറകെ നടക്കുമ്പോഴും ഈ ഒരു സങ്കടവും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇവങ്ങനെ ഒഫീഷ്യലായിട്ട് ബ്രേക്കപ്പ് പറഞ്ഞ് പോകുമ്പോൾക്ക് നല്ല സങ്കടവും ഭയങ്കര റിഗ്രറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോകുന്നുണ്ടായിരുന്നു. ഇവളാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് കറണ്ടിട്ടൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഇവനാണെങ്കിൽ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. സോ ഇവളാണെങ്കിൽ ആ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് നേരെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവൻ പറയുന്നുണ്ട് ഇവളോട് ഞാൻ കഴിഞ്ഞ ദിവസം ഇന്നലെ അവളോട് ബ്രേക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒഫീഷ്യലി ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം അവളോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടില്ല. സോ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് ഇവൾക്ക് ഡ്രേക്ക് കൊടുത്ത ഫുഡ് ഉണ്ടല്ലോ, സോ ആ ഒരു നീട്ടുന്ന സമയത്താണെങ്കിൽ ഇവ കഴിക്കാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഡ്രേക്ക് വന്നിട്ട് ഞാൻ നിനക്ക് മേടിച്ചെന്ന ഫുഡ് അത് നീയാണ് കഴിക്കണേ, എനിക്ക് ഇഷ്ടമല്ല വേറെ ഒരാൾ കഴിക്കണമെന്ന് പറഞ്ഞിട്ട് അവളവിടുന്ന് വലിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ഷീനും നീ എന്താ അവളെ കാട്ടുന്നത് എന്നുള്ള രീതിയിൽ വരുമ്പോഴേക്കും ഒരു അടി ഉണ്ടാവേണ്ടായിരുന്നു. പക്ഷേ അവനാണെങ്കിൽ വേഗം അവളെ വിളിച്ചു കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിനക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിച്ചു തന്ന ഫുഡ് വേറെ ഒരാൾ കഴിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, അത് നീ തന്നെ കഴിച്ചാൽ മതി പറയുമ്പോൾ നിനക്ക് എന്തിൻ്റെ കേടാണ്, നിനക്ക് എന്നെ ഇഷ്ടമല്ല, ആരെ ഇഷ്ടമല്ല, നിനക്കാണെങ്കിൽ കത്രീനാറ്റീനല്ല ഇഷ്ടം, പിന്നെ നീ എന്തിനാ എന്നോട് ഇങ്ങനെ ഇഷ്ടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുന്നത്, എനിക്ക് എന്തിനാ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുന്ന് തരണേ, ഞാൻ അത്രയും നിന്നെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു, പക്ഷേ നിനക്ക് കത്രീനാറ്റിയാണ് ഇഷ്ടം എന്നുള്ള കാര്യം എനിക്കറിയാം, എനിക്ക് നിന്നെ ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ അവൾ അവിടെ പ്രകടമാക്കുന്നുണ്ട്. പക്ഷേ ഇഷ്ടമാണെന്നൊക്കെ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ പറയുന്നതാണ്, ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ഡ്രേക്ക് പറയുന്നുണ്ടായിരുന്നു എനിക്ക് കത്രീനയാണ് ഇഷ്ടം, നമ്മൾ ലവ് ചെയ്ത് എനിക്ക് നിന്നോട് ഇഷ്ടം വന്ന് തുടങ്ങി, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ ഉറക്കനെ പറയുന്നുണ്ടായിരുന്നു ഐ ലവ് യു ഡ്രേക്ക് പാൽമ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും ഇവരുടെ റിലേഷൻ ഓപ്പൺ ആയിട്ട് തുറന്ന് പറയുന്നത് ഇവിടെ ആരംഭിച്ചു, ഇവർ പ്രണയിക്കാൻ ആരംഭിച്ചു എന്നുള്ള കാര്യം കാണിച്ചിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക. അങ്ങനെ അവരുടെ രണ്ടുപേരുടെ ഇടയിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഒരുക്കി ഇവർ നല്ല രീതിയിൽ പ്രണയം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗെൻഡിനെ ഇവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ഇവൾ തമാശയ്ക്ക് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഒത്തു പോകാൻ പറ്റില്ല, നമുക്ക് ബ്രേക്കപ്പ് ആവാന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ഇങ്ങനെ ബ്രേക്കപ്പ് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് എണീറ്റ് പോകുന്ന സമയത്ത് വേറൊരു പെൺകുട്ടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവങ്ങനെ ചൂണ്ടിക്കാണിച്ച് പറയുന്നുണ്ട് ഞാൻ ആയിട്ട് ബ്രേക്കപ്പ് ആയി നമുക്ക് റിലേഷൻ ആയിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയാണെങ്കിൽ എസ് വേഗം പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവളിങ്ങനെ പറയുന്നുണ്ട് ഇപ്പോഴല്ലേ നമ്മൾ ബ്രേക്കപ്പ് ആയത്, അപ്പോഴേക്കും വേറെ ഞാൻ തമാശയ്ക്ക് കാട്ടിയതാണ്, നീ എന്ത് പണിയും കാണിച്ചെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ വേഗം അവളുടെ അടുത്തേക്ക് വന്നിട്ട് തമാശയ്ക്ക് പറഞ്ഞത് അപ്പോൾ എന്നെ ഇഷ്ടമല്ലേ, അപ്പോൾ അവൾ പറയുന്നത് എനിക്ക് ഇഷ്ടമാണെന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൻ വേഗം തന്നെ അവിടുത്തെ ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട്. അപ്പോൾ എന്താണെന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ പറയുമ്പോൾ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ ചിന്തിക്കുന്നുണ്ട് ഷീൻ്റെ ഫ്രണ്ടാണല്ലോ, സോ ഒബ്വിയസ്ലി ബുക്കും കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ട് നടക്കും. അപ്പോൾ എന്നിട്ട് സ്പെഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ ഇഷ്ടമാണെന്നുള്ള കാര്യം പറഞ്ഞല്ലോ, സോ ആ കാര്യങ്ങളൊക്കെ ഡേറ്റും ടൈമും സഹിതം നോട്ട് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു. ഇതെന്തുവാ ഇതെന്നുള്ള രീതിയിലാണ് ചിന്തിച്ച് നിൽക്കുന്നുണ്ടായിരുന്നത്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ഷീനും കെയും ഒരുമിച്ച് ഇതാക്കുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കാണെങ്കിൽ ആലിസ് ഫുഡും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഡ്രേക്ക് വാങ്ങിച്ചു കൊടുത്തത് ആയതുകൊണ്ട് അവനാണെങ്കിൽ കഴിക്കാൻ സമ്മതിച്ചില്ല. കെ പറയുന്നുണ്ടായിരുന്നു എന്തിനാ വെറുതെ അവർ നല്ല കപ്പിൾസും കാര്യങ്ങളൊക്കെ അല്ലേ, സോ എന്തിനാ അവരുടെ ഇടയിൽ പോയിട്ട് ഇങ്ങനെ പെടുന്നത്, ലൈക്ക് അവരെന്തിനാ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചിട്ട് അവൻ്റെ കൈ പിടിച്ചിട്ടായിരുന്നു ക്യാൻറ്റീൻ്റെ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നത്. സോ പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച പറഞ്ഞു കഴിഞ്ഞാൽ ഡാഡ് ആണെങ്കിൽ അവരുടെ ആ ഒരു ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം പ്രകടിപ്പിക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു നമ്മുടെ ഡ്രേക്ക് ആണെങ്കിൽ അകത്തേക്ക് പോകുന്നുണ്ട്, വീടിൻ്റെ അകത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് അങ്ങോട്ടേക്ക് നമ്മുടെ സ്റ്റെപ്പ് മദർ ആയിട്ടുള്ള കത്രീന വരുന്നുണ്ടായിരുന്നു. ചോദിക്കുന്നത് എന്താ നിനക്ക് പറ്റിയെന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ ഞാൻ നിന്നെ എത്രമാത്രം ഇഷ്ടപ്പെട്ടു എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ, നീ എന്തിനാണ് എന്നെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ ഡാഡിയും കൂടെ ആ ഒരു വലയിൽ
വീഴ്ത്തിയിട്ട് എന്തിനാ ആ ഒരു റിലേഷനും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചൂടാവുന്നുണ്ടായിരുന്നു. ഈ ഒരു സമയത്താണെങ്കിൽ ഇതെല്ലാം കേട്ടിട്ടാണെങ്കിൽ നമ്മുടെ ഡാഡ് അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ഡാഡാണെങ്കിൽ ഇത് കേട്ട് ആകെ നെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താ നിങ്ങളുടെ സംസാരം, നിങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ കത്രീനയുടെ നല്ല ടെൻഷനോട് കൂടി അതിന് ക്ലാരിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ബ്രേക്കപ്പ് ആവാന്നുള്ള രീതിയിൽ ഇവിടുന്ന് എണീച്ച് പോയിക്കോ എന്നുള്ള രീതിയിൽ ഇവിടുന്ന് ഇറങ്ങി പോയിക്കോ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു ഞാൻ പ്രഗ്നൻ്റ് ആണ്. സോ അപ്പം നമ്മുടെ ഡാഡ് പറയുന്നുണ്ട് എൻ്റെ കുഞ്ഞാണോ ഇവൻ്റെ കുഞ്ഞാണോ എൻ്റെ മകൻ്റെ കുഞ്ഞ്, എന്തായാലും നിനക്ക് ലാഭമാണല്ലോ എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇത് ആലോചിച്ചിട്ടാണെങ്കിൽ നല്ല ടെൻഷനോട് കൂടി ഡ്രേക്ക് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് വീണ്ടും നമ്മുടെ കെയും അതുപോലെ തന്നെ ഷീനും ആ ഒരു ജോഗിങ്ങിൻ്റെ ഇടയിൽ കണ്ട് സംസാരിക്കുന്നു. പറയുന്നുണ്ടായിരുന്നു ഈ ഒരു ഗ്രാജുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പോകും, സോ ഞങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എന്തായാലും പുറത്ത് പോകും, അതുവരെങ്കിലും നമുക്ക് പഴയ പോലെ റിലേഷനും കാര്യങ്ങളൊക്കെ ആയി നിന്നൂടെ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അവർ ഓക്കെ ആവുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച കഴിഞ്ഞാൽ ആയേനും അതുപോലെ തന്നെ ആലിസിനും, എന്തൊരു ആലിസിൻ്റെ വീട്ടിലാണ്. സോ ആലിസ് ആണെങ്കിൽ ആയനോട് ഒരുമിച്ച് ഓരോ സംസാരം കാര്യങ്ങളൊക്കെ അനുസരിച്ച് ഇവർക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ഡ്രേക്കിൻ്റെ വീട്ടിലേക്ക് പോകണം. സോ 7 മണി ആയിട്ടുള്ളൂ, കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഫുഡും കാര്യങ്ങളും കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ആയ വരുന്നുണ്ട്. ആയ നമ്മുടെ ആലിസിൻ്റെ വീട് സ്വന്തം വീട് പോലെ ഫുഡ് എടുക്കുന്നു, അങ്ങോട്ട് എടുക്കുന്നു, കഴിക്കുന്നു, ഇരിക്കുന്നു, എന്തൊക്കെയോ കാട്ടുന്നുണ്ട്. ഇത് കണ്ടിട്ടാണെങ്കിൽ നമ്മുടെ ആലിസിൻ്റെ ഡാഡിനും അവനും നല്ല ചിരിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച വെച്ച് ഇവർ 2 പേരും കൂടെ നമ്മുടെ ഡ്രേക്കിൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഡ്രേക്ക് നമ്മുടെ മെയ്ഡിൻ്റെ കയ്യിൽ ഒരു പേപ്പർ കൊടുത്തയച്ചിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. പക്ഷെ അവൾ പുറത്ത് പോകാൻ തയ്യാറല്ല. നേരെ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ പ്രശ്നം, നീ എന്തെങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു ഞാൻ നല്ല ദേഷ്യത്തിലാണ്, നീ ദയവ് ഇരുന്ന് പോകുമെന്ന് പറയുമ്പോൾ പറയുന്നുണ്ടായിരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുമ്പോഴല്ലേ ദേഷ്യം, നമുക്ക് പുറത്ത് പോയി സംസാരിക്കാമെന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു 2 പേരും കൂടെ പുറത്തേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്കൊരു സീരിയസ് കാര്യം നിന്നോട് പറയാണ്ട്, ഞാൻ വലിയൊരു തെറ്റ് ചെയ്തു, സോ നീ എന്താവും നിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ അപ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു എന്ത് തെറ്റൊക്കെ ഓരോ മനുഷ്യർക്ക് പറ്റുന്നതല്ലേ, സോ എന്ത് തെറ്റാണെങ്കിലും ഞാനത് ക്ഷമിക്കാൻ തയ്യാറാണെന്നുള്ള രീതിയിൽ അവൾ അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് പറയുന്നുണ്ടായിരുന്നു കത്രീനാൻ്റെ പ്രഗ്നൻ്റ് ആണെന്നുള്ള രീതിയിൽ. അപ്പോൾ അവൾ നല്ല സന്തോഷത്തോടു കൂടി പറയുന്നുണ്ടായിരുന്നു ഓ നിനക്കൊരു സിംപ്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ പോവുകയാണോ, ഞാൻ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട് നമ്മുടെ ഡ്രേക്ക് പറയുന്നുണ്ടായിരുന്നു സിംപ്ലിങ് അല്ല എൻ്റെ മകനാണെങ്കിൽ നീ അത് അക്സെപ്റ്റ് ആക്കുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ നീ അത് തമാശ പറയുകയാണോ എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയാം നിൻ്റെ റിയാക്ഷനും കാര്യങ്ങളും എന്താവും എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ടാണ് ലൈക്ക് ഇത് അവൻ്റെ മകനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ നിലനിർത്തിക്കൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ഹൈപ്പ് ഓപ്ഷൻ ഉണ്ട്, ആ ഹൈപ്പ് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കരുത്. ദിസ് ഇസ് സൈനിങ് ഔട്ട്. അടുത്തൊരു വീഡിയോ കാണാം, ബൈ.